വേറൊരാളുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ അത് വായിച്ച് ഞാൻ എന്നെ തന്നെ ഫീഡ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് ഞാൻ എടുക്കുന്ന, എനിക്ക് അതിൻ്റെ സ്ട്രെയിൻ അതാണ്. എൻ്റെ ശരിയാണ്. അപ്പം ഇപ്പം തൻ്റെ ശരിയാണ്, ഇത് തമ്മിൽ ഇടിയുണ്ടാവും. പക്ഷേ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞങ്ങൾ ഇതിന് അസിസ്റ്റൻസിനെ എല്ലാം വിളിച്ചിട്ട് പബ്ലിക്കായിട്ടിടും. ഈ സ്ക്രിപ്റ്റിങ്ങിന്റെ കാര്യത്തിൽ ഇപ്പം സാറിന്റെ സ്ക്രിപ്റ്റുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അല്ലെ, സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ സാറിന്റെ ടെക്നിക്കുകൾ തന്നെ ഒരുപാട് പേര് സ്റ്റഡി ചെയ്യാറുണ്ട്. ഈ വേറൊരാളുടെ ദൃശ്യമൊക്കെ ഓഫ്കോഴ്സ് യെസ്, അപ്പൊ ഈ വേറൊരാളുടെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പം ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കില്ലേ? അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടാണ് അതിന്റെ ഡ്യൂറേഷൻ കണക്കാക്കാറുള്ളത്, അല്ലെ എങ്ങനെയായിരിക്കണം എന്നുള്ള സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ അത് വിഷ്വലൈസ് ചെയ്ത് വരാറെന്ന് പറയാറുണ്ട്. വേറൊരാളുടെ സ്ക്രിപ്റ്റിനെ ഡയറക്ഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ പ്രോസസ്സ് അപ്പം എങ്ങനെയായിരിക്കും? പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാനത് ഫീഡ് ചെയ്ത് കയറ്റണം. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി പോകുമ്പോൾ ഷോർട്ട് വൈസ് എഡിറ്റ് ചെയ്ത് നമ്മളത് വിഷ്വലി കണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പം എനിക്ക് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ പിന്നെ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ ഞാൻ മറന്നു പോകുന്നത്. ഡയലോഗ്സ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. വിഷ്വലി എനിക്കറിയാം ഈ സീൻ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഷോട്ടിലൂടെ ഇങ്ങനെയാണ് കയറി പോകുന്ന അടുത്ത സീനിലേക്ക്, അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ചിലപ്പം ആ ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതകളുണ്ട്, ഷോട്ടിൽ ഒരു മാറ്റങ്ങൾ വരുത്തുന്നു എന്നല്ലാതെ അത് മനസ്സിൽ തറവാണ്. പക്ഷേ ഞാൻ വേറൊരാളുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ അത് വായിച്ച് ഞാൻ എന്നെ തന്നെ ഫീഡ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് ഞാൻ എടുക്കുന്ന, എനിക്ക് അതിൻ്റെ സ്ട്രെയിൻ അതാണ്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടുകയാണ്. എൻ്റെ ബ്രെയിനും എൻ്റെ ചിന്താരീതിയും മാത്രമല്ലാതെ വേറൊരാളുടെ, അപ്പം ഞാൻ വേറൊരാളുമായി റൈറ്ററുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോഴും പറയും നമ്മൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകണം. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പലരും ഭയങ്കര റെസ്പെക്റ്റോടെ സാറേ അങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങനെ നിങ്ങളെല്ലാം സമ്മതിക്കണം എന്നില്ല. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് നിങ്ങൾ തുറന്നു പറ. ഇപ്പോൾ വലതുവശത്തെ കള്ളെന്ന് പറഞ്ഞ പടം ചെയ്യുന്നു, ഡിനു ഒരു പഞ്ചപാവ, ഒരു പാവത്താണ്. അപ്പം ഞാനിങ്ങനെ വിളിച്ചിട്ട് ഡിനു നമുക്ക് ഇതിങ്ങനെ മറ്റേ സാർ എന്ന് പറയും. ഞാൻ അല്ല ഡിനുവിന് തന്നെ അല്ല പിന്നെ എനിക്കത് ഇങ്ങനെ ഞാൻ അത് കൊള്ളാമല്ലോ, അപ്പോൾ അങ്ങനെ ഇത് പറയാതെ തന്നെ അങ്ങനെയാ ചിലത് പറയുമ്പോൾ ഞാൻ ഇല്ല ഡിനു നോക്കി ഇത് തന്നെയാണ് നല്ലത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. അവിടെ ക്ലാഷസ് ഉണ്ടാവണം, അതിനെ ഒരു ഈഗോ ആയിട്ട് എടുക്കരുത്. എൻ്റെ ശരിയാണ്, അപ്പം ഇപ്പം തൻ്റെ ശരിയാണ്, ഇത് തമ്മിൽ ഇടിയുണ്ടാവും. പക്ഷേ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞങ്ങൾ ഇതിന് അസിസ്റ്റൻസിനെ എല്ലാം വിളിച്ചിട്ട് പബ്ലിക്കായിട്ടിടും ആരുടെ ഇതാണ്. അപ്പോൾ അവരെല്ലാം പറയാണ്, ഇപ്പോൾ അവർ മറ്റേ പയ്യൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ശരി എന്നാൽ അങ്ങനെ ചെയ്തേക്കാം. അത് ഇതിനകത്തൊക്കെ നുണക്കുഴിയിലൊക്കെ ഒത്തിരി അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം കൃഷ്ണകുമാറിൻ്റെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൽ അഭിപ്രായറ്റസ് വരും. അപ്പോൾ ചിലടത്ത് വരുമ്പോൾ അവർ വന്ന് എൻ്റെ പറയുന്നത് കൃഷ്ണകുമാർ ഓക്കെ ശരി, കൃഷ്ണകുമാർ പറയുന്നതാണ് ചെയ്യുന്നതെങ്കിൽ അവനെ ഓക്കെ അപ്പം ശരി. അങ്ങനെയാണ് ഞങ്ങൾ അത് വർക്ക് ചെയ്തത്. അപ്പം അതിനൊരു മനസ്സുണ്ടാവണം, അത്രയേ ഉള്ളൂ. പക്ഷേ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട് രണ്ടിനും.